ഗവർണറും സർക്കാരും തമ്മിലുള്ള കടുത്ത പോരിൽ ഇപ്പോൾ സർക്കാർ സ്കോർ ചെയ്തിരിക്കുകയാണ് എന്ന് പറയാം. അങ്ങനെ വിവാദമായ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് നൽകിയ ബില്ലാണ് രാഷ്ട്രപതി ഗവർണർക്ക് തിരിച്ചടി എന്നോണം ഒപ്പിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. വിവാദമായ ലോകായുക്ത ബിൽ അങ്ങനെ ഗവർണർ ഒപ്പിട്ടത് സർക്കാരിന് വലിയൊരു നേട്ടം തന്നെയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന് അക്കാര്യത്തിൽ ആശ്വസിക്കാം എന്ന് വേണം പറയാൻ. ലോകായുക്ത ഭേദഗതി നിയമം ബില്ലായി കേരള നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് അനുകൂലമായും പ്രതികൂലമായും ധാരാളം വാദമുഖങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും രാഷ്ട്രീയത്തിലെല്ലാം ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്നാൽ എന്താണ് ലോകായുക്ത നിയമ ഭേദഗതി ബില്ലെന്ന് നോക്കിയാലോ. 2022 ഓഗസ്റ്റിലായിരുന്നു ലോകായുക്ത ബിൽ കേരളം നിയമസഭയിൽ അങ്ങനെ പാസ്സാക്കുകയും ചെയ്തത്. ഈ ബിൽ ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതാണ്. ലോകായുക്ത ജുഡീഷ്യറി ബോഡി അല്ലെന്നും അന്വേഷണ ഏജൻസി തന്നെ വിധി പറയാൻ പാടില്ലെന്നുമായിരുന്നു ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പി രാജീവ് പറഞ്ഞത്. അന്വേഷണം, കണ്ടെത്തൽ, വിധി പറയൽ എല്ലാം കൂടി ഒരേ സംവിധാനം നടത്തരുതെന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഇതെന്നുമാണ് മന്ത്രി രാജീവ് പറഞ്ഞത്. പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് ലോകായുക്തയ്ക്ക് വിധിക്കാനാവുന്ന 14-ാം വകുപ്പാണ് ബില്ലിലൂടെ അങ്ങനെ ഭേദഗതി ചെയ്തത്. എന്നാൽ ലോകായുക്ത നിയമ ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാദം. അതേ ബിൽ തുടർന്ന് ഒപ്പിടാതെ വലിച്ചിഴച്ച് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇതേ തുടർന്ന് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം വന്നു. സർവകലാശാല ട്രിബ്യൂണൽ നിയമനം, ഗവർണറുടെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന 2 ബില്ലുകൾ, സഹകരണ ബിൽ തുടങ്ങിയ 7ഓളം ബില്ലുകളാണ് ഗവർണർ ഒപ്പിടാതെ പിടിച്ചുവെക്കുമെന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. സർക്കാരിന്റെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി അന്ന് ഗവർണർക്കെതിരെ അതിരൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തു. സർക്കാരുകളുടെ അവകാശം ഗവർണർക്ക് അട്ടിമറിക്കാനാവില്ല എന്നായിരുന്നു കോടതി പറഞ്ഞത്. ഇതേ തുടർന്നുള്ള 7 ബില്ലുകളാണ് 2023 നവംബറിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാതെ നേരെ രാഷ്ട്രപതിക്ക് നൽകുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ലോകായുക്ത ബിൽ അടക്കം ഒപ്പിടാതിരുന്ന ബില്ലുകൾ അങ്ങനെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കുകയും അങ്ങനെ ഒക്ടോബറിൽ ഈ ബില്ലുകൾ അവിടെ എത്തുകയും ചെയ്തത്. ഇതിനാണ് ഇപ്പോൾ രാഷ്ട്രപതി ആ ബില്ലുകൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. ലോക്പാൽ ബില്ലിന് സമാനമാണ് ലോകായുക്ത ബിൽ എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭവൻ ഈ ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. അതേസമയം ബില്ലിന് അനുമതി ലഭിച്ചതോടെ ലോകായുക്തയുടെ അധികാരം ഇനി കുറയുകയും ചെയ്യും. ഗവർണറുടെ അപ്പലേറ്റ് അധികാരം ഇല്ലാതാവും എന്ന് വേണം പറയാൻ. ലോകായുക്ത കുറ്റക്കാരൻ എന്ന് വിധിച്ചാലും ഇനി പൊതുപ്രവർത്തകന് തൽസ്ഥാനത്ത് തുടരാനുമാകും. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി ഉണ്ടായാൽ ഗവർണർക്ക് പകരം നിയമസഭയിലായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി ഉണ്ടാകുക. മന്ത്രിമാർക്കെതിരായ വിധികളിൽ മുഖ്യമന്ത്രിയും MLA-മാർക്കെതിരായ വിധികളിൽ സ്പീക്കറുമായിരിക്കും അപ്പലേറ്റ് അതോറിറ്റിയായി മാറുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി വന്നാലും നിയമസഭയിലെ ഭൂരിപക്ഷം വെച്ച് ലോകായുക്തയുടെ ഉത്തരവ് തള്ളുകയും ചെയ്യാം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാർ ഉദ്യോഗസ്ഥരും അഴിമതി നടത്തിയാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കാനും വിധി പറയാനുമുള്ള അധികാരമാണ് ലോകായുക്തയ്ക്ക് ഉള്ളത്. ഇനി ലോകായുക്ത എന്ത് വിധിച്ചാലും നിയമസഭയോ മുഖ്യമന്ത്രിയോ സ്പീക്കറോ വിചാരിക്കാതെ ഒരു തുടർ നടപടിയും ഉണ്ടാകില്ല എന്ന് വേണം പറയാൻ. പൊതുപ്രവർത്തകരുടെ അഴിമതി അന്വേഷിക്കാനും അത് സംബന്ധിച്ച് കേസുകൾ വിചാരണ ചെയ്യാനുമാണ് 1998 സംസ്ഥാനത്ത് നായനാർ സർക്കാർ കാലത്താണ് ലോകായുക്ത സ്ഥാപിച്ചത്. പല കേസുകളിലും ലോകായുക്ത വിധികൾക്ക് നിലവിൽ തന്നെ ശുപാർശ സ്വഭാവമേ ഉള്ളൂ. ഉള്ളതിനാൽ ഏറ്റവും ശക്തമായ ഒന്നായിരുന്നു അഴിമതിയുടെ അന്വേഷണം. കുറ്റം തെളിഞ്ഞാൽ അവർ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരവും. പുതിയ ഭേദഗതിയോടെ ഈ അധികാരവും ലോകായുക്തയ്ക്ക് നഷ്ടമാകുമെന്ന് വേണം പറയാൻ. സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ വിരമിച്ച ചീഫ് ജസ്റ്റിസുമാരായിരിക്കണം ലോകായുക്തയുടെ ജസ്റ്റിസ് ആകേണ്ടതെന്നാണ് നിലവിലെ വ്യവസ്ഥിതി. എന്നാൽ ഈ പദവികളിൽ വിരമിച്ച ജസ്റ്റിസുമാരെ ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടാകാറുമുണ്ട്. അതുകൊണ്ട് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ കൂടി ലോകായുക്ത ജസ്റ്റിസ് പദവിയിലേക്ക് പരിഗണിക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ടാണ് പുതിയ വ്യവസ്ഥയിൽ അതുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ 164 അനുച്ഛേദത്തെ മറികടക്കുന്നതാണ് ലോകായുക്തയിലെ 14-ാം വകുപ്പ് എന്ന അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തെ കൂടി അടിസ്ഥാനമാക്കിയാണ് ഭേദഗതി വന്നിരിക്കുന്നത്. ഭരണഘടനാ പ്രകാരം പ്ലഷർ പ്രിൻസിപ്പിൾ പ്രീതി പ്രയോഗിക്കാൻ അവകാശമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളായ മുഖ്യമന്ത്രി, ഗവർണർ എന്നിവർ അതേപടി ലോകായുക്ത വിധി അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന മറ്റെങ്ങുമില്ലാത്ത വ്യവസ്ഥയാണ് ഭേദഗതി ചെയ്യുന്നത്. ആ നിയമത്തിലെ സെഷൻ 14-ൽ മന്ത്രി നിയമം ചട്ടലംഘനം നടത്തിയതായി ലോകായുക്ത കണ്ടെത്തിയാൽ അദ്ദേഹത്തെ പദവിയിൽ നിന്നും പുറത്താക്കാൻ നിയമാധികാരി നിർബന്ധിതനാണ്. അതിനു മുകളിൽ അപ്പീൽ ബാധ്യമല്ല. ഇത് ഭരണഘടനയുടെ 164 അനുച്ഛേദത്തിന്റെ അന്തസത്തയ്ക്ക് അനുസൃതവുമല്ല. മന്ത്രിയും മുഖ്യമന്ത്രിമാരും തുടരണമോ എന്നും തീരുമാനിക്കുന്നത് ഗവർണറുടെ പ്രീതിയുള്ളിടത്തോളം ആണ്. എന്നാൽ ഇത് ഗവർണറുടെ വിവേചനാധികാരത്തിൽ പെടുന്നതല്ല. ജനവിധിക്ക് അനുസൃതമാണ്. ഒരു പൊതുസേവകനെ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്ന് പ്രഖ്യാപിക്കാൻ വകുപ്പ് 14 പ്രകാരം ലോകായുക്തയ്ക്കുള്ള അധികാരം ഭരണഘടനാ പ്രകാരം
പ്രിൻസിപ്പൽ പ്ലഷർ പ്രകാരം പ്രയോഗിക്കാൻ അവകാശമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളായ മുഖ്യമന്ത്രി, ഗവർണർ എന്നിവർ അതേപടി അംഗീകരിക്കണമെന്ന വ്യവസ്ഥയാണ് ഭേദഗതി ചെയ്യുന്നത് എന്നാണ് സർക്കാരിന്റെ നിലപാട്. ലോകായുക്തയ്ക്ക് ശുപാർശ നൽകാൻ മാത്രമാണ് അധികാരമുള്ളത്, നിർദ്ദേശിക്കാൻ അധികാരമില്ലെന്നതാണ് സർക്കാരിന്റെ വാദം. ജനപ്രതിനിധിയെ അയോഗ്യരാക്കേണ്ടത് കോടതിയല്ല, ഭരണഘടനാ മൂല്യം സംരക്ഷിക്കാനാണ് ഓർഡിനൻസ് കൊണ്ടുവന്നതെന്നാണ് സർക്കാരിന്റെ വാദവും. അഴിമതി പൂർണ്ണമായി തടയുക എന്ന ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു നിയമമാണ് ലോകായുക്ത നിയമം. ലോകായുക്ത നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഒരു ജുഡീഷ്യൽ ബോഡിക്ക് മുകളിൽ എക്സിക്യൂട്ടീവ് അപ്പലേറ്റ് അധികാരം നൽകുന്നത് ആശ്വാസ്യമല്ല. പ്രത്യേകിച്ചും ഈ നിയമത്തിന്റെ പരിശോധനയ്ക്ക് വിധേയരാവേണ്ടി വരുന്ന പൊതുപ്രവർത്തകർ ഉൾപ്പെടുന്ന പാർട്ടിക്ക് മേധാവിത്വമുള്ളതാവും ആ എക്സിക്യൂട്ടീവ് എന്നതുകൊണ്ട് എങ്കിലും സർക്കാർ ഇത്തരമൊരു ഭേദഗതി കൊണ്ടുവരുന്നത് ഭരണഘടനയ്ക്ക് എതിരല്ല എന്ന് വേണം പറയാൻ. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന KT ജലീൽ ബന്ധുനിയമന കേസിൽ അഴിമതി കാണിച്ചെന്നും മന്ത്രിസ്ഥാനത്ത് ഇരിക്കരുതെന്നും ലോകായുക്ത വിധിച്ചിരുന്നു. ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് ലോകായുക്ത ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 13, 2021 ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം അങ്ങനെ രാജിവെക്കുകയും ചെയ്തു. രാജി ഒഴിവാക്കാൻ ജലീൽ സുപ്രീം കോടതി വരെ പോയെങ്കിലും ഫലം ഉണ്ടായില്ല. ലോകായുക്ത ഭേദഗതി നിയമം വരുന്നതോടെ സമാന സാഹചര്യത്തിൽ ലോകായുക്തയുടെ വിധിയിൽ മുഖ്യമന്ത്രിക്ക് ഒരു ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കാമെന്നതാണ് ഇതിൽ ഉള്ളത്.